നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ഹായ് ഗൈസ്, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, ഈ വീഡിയോ കംപ്ലീറ്റ് കാണുന്ന സമയത്ത് ഞാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളതായ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് കൂടെ രേഖപ്പെടുത്താനും നിങ്ങളാരും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം എനിക്കറിയാം എല്ലാവരും അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള വ്യക്തികൾ തന്നെ ഈ വീഡിയോനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും അവസാനം ഐഡിയ കിട്ടിയിട്ടുള്ള ആൾ ഞാനായിരിക്കും. എന്ന് വെച്ചാൽ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തെക്കുറിച്ചിട്ട് അത്യാവശ്യം നല്ല ഡിസ്കഷൻ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അറിഞ്ഞില്ല ഗൈസ്, ആസ് യൂഷ്വൽ ഞാൻ അറിഞ്ഞില്ല. കാരണം കുറച്ച് ദിവസം ഞാൻ ആഹാന KK ഫാമിലി യൂണിവേഴ്സിലായതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന വേറെ കോൺട്രവേഴ്സികളെ കുറിച്ചിട്ടൊന്നും ഒരു വലിയ ധാരണ എനിക്കുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് ധാരണ വന്നതെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ നേരത്തെ എണീച്ചപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോഴത്തെ എൻ്റെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങും. ഒരു 9:30 10 ഒക്കെ ആകുമ്പോഴേക്കും ഉറങ്ങും. രാവിലെ ഒരു 5:30 5:45 ആകുമ്പോഴേക്ക് എണീക്കും. നല്ലതാണ്, എനിക്ക് വേണ്ട ഗുഡ് സ്ലീപ്പ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ഉറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് ഫ്രീ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ എണീച്ച് ഇൻസ്റ്റഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അശ്വിൻ, ഞാൻ ആളുടെ വീഡിയോ റിസെൻ്റ്ലി നിങ്ങൾക്ക് കാണിച്ചു തരും. ഈ അശ്വിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അക്കൗണ്ടിൽ ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു റീല് കാണുന്നു. ഞാൻ ആ റീൽ ഇരുന്ന് കംപ്ലീറ്റ് കാണുന്നു. വീഡിയോയുടെ താഴെ ദയ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, പിന്നെ ജാസി വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ റീൽ എന്താണെന്ന് വെച്ചാൽ ദയ സുജിത്തിന് അഗെയിൻസ്റ്റ് ഷെഫീന ബീബി റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ ഷെഫീന ബീബി റിയാക്ട് ചെയ്ത ആ വീഡിയോയിൽ പറഞ്ഞ കാര്യം കേട്ട സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി. ഇവരെന്ത് ഇങ്ങനെ പറഞ്ഞേ? ശരിക്കും ഇവരിങ്ങനെ പറഞ്ഞോ? ഇതുള്ളതാണോ? അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും വീഡിയോയിലെ പീസാണോ? നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളാരും കോടതിയൊന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതി എന്ത് തെമ്മാടിത്തരും സോഷ്യൽ മീഡിയയിൽ വിളിച്ച് പറയാമെന്നല്ലല്ലോ. അപ്പം അതിന് ശേഷം ഞാൻ ഇറങ്ങി ആ ഒരു റീല് ലൈക്ക് ചെയ്തുകൊണ്ടായിരിക്കും ദയാ സുജിത്തിനെ റിയാക്ട് ചെയ്തുകൊണ്ടിട്ടുള്ള കുറേ റീൽസ് വന്നു. ഈ റീൽസിലൊക്കെ ഷെഫീന ബീവിയുടെ ഈ വീഡിയോ ആണ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇറങ്ങി ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ പോയി ഞാൻ ആളുടെ അക്കൗണ്ട് നോക്കിയ സമയത്ത് കുറേയും രേണുസുധിയുടെ കോണ്ടൻ്റ് ആണുള്ളത്. അതിൻ്റെ ഇടയിൽ 3 വീഡിയോ ആയിട്ട് ഈ ഒരു ദയാ സുജിത്തിൻ്റെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ട്. ഒരു വീഡിയോ ഇസ് ലൈക്ക് 1 lakh അബവ്, സെക്കൻഡ് വീഡിയോ, തേർഡ് വീഡിയോ എത്ര എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. തേർഡ് വീഡിയോ എനിക്ക് തോന്നുന്നു 10K അടുത്ത് എങ്ങാനാണ്. അതിൽ ഈ 1 lakh അടിച്ച വീഡിയോ ഞാൻ കംപ്ലീറ്റ് ഇരുന്ന് കണ്ടു. അതിൻ്റെ കമൻസ് ഒരുവിധം ഫസ്റ്റ് കണ്ട കുറേ കമൻസൊക്കെ ഞാൻ വായിച്ചു നോക്കി. മറ്റേ 2 കംപ്ലീറ്റ് കണ്ടിട്ടില്ല, ഞാൻ ഹാഫ് ഭാഗങ്ങളെ കണ്ടിട്ടുള്ളൂ. അപ്പം അതിൽ ഷഫീന പറഞ്ഞ ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു, ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അപ്പം അതിലെ ചില കാര്യങ്ങളോടുള്ള ചില മറുപടികൾ പറയണം തോന്നിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. ഇത്രയും കാലം ഞാൻ ഒരുപാട് ടോപ്പിക്കുകൾ എടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ഇന്നേ വരെ ഞാൻ ഒരാൾക്കും അങ്ങോട്ട് പോയി ഞാൻ നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. ഈവൻ ഈ ഒരു സാധനം കേട്ട സമയം എനിക്ക് ഓഫ് കോഴ്സ് പറയണമെന്ന് തോന്നി. ഞാൻ ദയാ സുജിത്തിന് ഒരു മെസ്സേജ് ഇട്ടു. വലിയ എക്സ്പ്ലനേഷൻ പരമായിട്ടുള്ള മെസ്സേജ് ഒന്നുമല്ല. ഇപ്പോൾ റീസെൻ്റ്ലി നടക്കുന്ന ഇയാളുമായി ബന്ധപ്പെട്ടുള്ള കോൺട്രവേഴ്സിയിൽ ഐ എം ഗോണ ഡു എ വീഡിയോ ഇൻ മൈ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ മെസ്സേജ് ആട്ടെ ഇന്ന് രാവിലെ ഇട്ടത്. ആൾ കണ്ടിട്ട് കൂടിയില്ല. കാണുന്നതിന് മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, വീഡിയോ എടുക്കുകയും ചെയ്തു. ഞാൻ പൊതുവേ ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഒരു മെയിൻ പ്രത്യേകത 3 കാറ്റഗറി ഓഫ് വിഷയങ്ങളാണ് ഉണ്ടാവും. ഒന്ന്, ചില വിഷയങ്ങൾ എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യം ഉണ്ടാവില്ല. തീരെ താല്പര്യം എന്ന് വെച്ചാൽ തീരെ താല്പര്യമില്ല. അതിലുള്ള 2 മേഖലകളാണ്. ഒന്ന് പൊളിറ്റിക്സ്, അല്ലെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലീഡർ കാണിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു തോന്നിവാസം വളരെ ക്ലിയർ കട്ടായി കണ്ടാൽ മാത്രമേ ഞാൻ പറയുള്ളൂ. കാരണം വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ഫീൽഡാണ്. രണ്ടാമത്തത് ഈ സിനിമ ഫീൽഡ്, മെയിനായിട്ട് ഈ അമ്മ ഗ്രൂപ്പിൻ്റെ കുറേ കഥകൾ, അത് ഇത് കുന്തം, ഇതൊക്കെ ഞാൻ വളരെ കുറവായിട്ടാണ് ഞാൻ പറയുക. എന്നാൽ എനിക്ക് പേഴ്സണലി സംസാരിക്കാൻ ഇഷ്ടമുള്ള മേഖലകളിൽ 2ആണ്. ഒന്ന് വ്ളോഗേഴ്സ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂട്യൂബും ഇൻസ്റ്റഗ്രാമും സ്ക്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പകുതി വ്ളോഗേഴ്സിനെ കുറിച്ചിട്ടും എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റും. രണ്ടാമത്തത് ഈ പബ്ലിക് ഇഷ്യൂസ് അല്ലെങ്കിൽ ഈ കോമൺ ഇഷ്യൂസ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഡൊമസ്റ്റിക് വയലൻസ്, അല്ലെങ്കിൽ ഡൗറി, അല്ലെങ്കിൽ ഈ അബ്യൂസസ് എഗെയിൻസ്റ്റ് ലേഡീസ് ഓർ മെൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് കുറച്ചും കൂടെ സംസാരിക്കാൻ പറ്റും. പിന്നെ ചില വളരെ വലിയ രീതിയിൽ കോൺട്രവേഴ്ഷ്യലായി സൊസൈറ്റിയിൽ പോകുന്ന കേസസ്, അഡിക്ഷൻ റിലേറ്റഡ് ക്രൈംസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായി സംസാരിക്കാൻ പറ്റും.
അതിലെനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണത്. പക്ഷേ ഈ വിഷയത്തിലോട്ട് വരുമ്പം ഞാനിങ്ങനെ ഇത് പറഞ്ഞാൽ ഇതവിടെ ഇല്ലേ, ഇത് പറഞ്ഞില്ലെങ്കിൽ ഇതവിടെ ഇല്ലേ എന്നൊരു ഡൗട്ടിൽ നിൽക്കുന്ന ചില വിഷയങ്ങളുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ആംഗിളിൽ നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മേ ബി ഞാൻ ഇത്രയും കാലം ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കിയും കണ്ടും സംസാരിക്കുന്ന ഒരു വീഡിയോ ഏതാ ചോദിച്ചാൽ അത് ഇത് തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് തുടങ്ങാം. അപ്പം ആദ്യം തന്നെ ഞാൻ സൈഡിൽ കൂടെ നിങ്ങൾക്കൊരു റീൽ പ്ലേ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം ഡിസ്കഷൻ വരാൻ കാരണമായിട്ടുള്ള റീൽ നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് കാണാം. ഇതാണ് റീൽ ട്ടോ. എന്താണ് ഈ റീൽസിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഒരു അഭിപ്രായം? ജസ്റ്റ് കമൻറ്റ് എല്ലാവരും. എനിക്ക് ഈ റീലിനെ കുറിച്ചിട്ട് ഇറ്റ് വാസ് എ ഗുഡ് റീൽ. ഈ എന്ന് പറയുന്ന ഒരു റീല് ഇൻസ്റ്റഗ്രാമിൽ ഓൾവേസ് ട്രെൻഡിങ്ങാണ്. എന്ന് വെച്ചാൽ സാധാരണ ഒരു മേക്കപ്പ് ഒന്നും ഇല്ലാത്തൊരു കോലത്തിൽ വന്നിട്ട് ഇങ്ങനെ ഈ കണ്ണൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ച് പിന്നെ ഇങ്ങനെ മാറി വരുമ്പോഴേക്ക് ഭയങ്കര ലുക്കിലാവുന്ന റീൽസ് വാസ് വെരി കോമൺ. ഈവൻ ഒരുവിധം എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് വൺസ് ഇൻ ദെയർ ഇൻസ്റ്റഗ്രാം റീൽസിൽ അവരെന്തായാലും ചെയ്തിട്ടുണ്ടാവുന്ന ഒരു സാധനമാണിത്. അപ്പം ഇതുപോലെയുള്ള ഒരു മിഷൻ വീഡിയോ ആണ് നമ്മളുടെ ദയാ സുജിത്ത് ഇട്ടിട്ടുള്ളത്. ഇതിൽ പറയത്തക്ക രീതിയിലുള്ള ഒരു വൾഗാരിറ്റി ഒന്നുമില്ല. പക്ഷേ വീഡിയോയിൽ ആളുടെ ഇത്ര ഒരു ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ദിസ് ഈസ് വെരി കോമൺ. നമ്മളിപ്പോൾ ഓഫ് ഷോൾഡർ ഡ്രസ്സ് ഇടുകയാണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഈ തരത്തിലുള്ള സാധനങ്ങൾ കാണാനുള്ള ചാൻസ് ഉണ്ട്. ക്രോപ്പ് ടോപ്പ് ഇടുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ വയറ് കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ സ്റ്റൈലിങ് നമ്മൾ ഓരോ ഡ്രസ്സിൻ്റെ രീതി അനുസരിച്ചാണ്. ഭയങ്കര വൾഗറായിട്ട് ഭയങ്കര എക്സ്പോസ്ഡ് ആയിട്ട് ഒരു മനുഷ്യനും കാണാൻ പറ്റാത്ത രീതിയിൽ ഇവരെന്തെങ്കിലും കാണിച്ചോ എന്ന് ചോദിച്ചാൽ കാണിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതിലും വൾഗറായി ഇതിലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആൻഡ് ഇവിടെ എപ്പോഴും ചോദ്യം വരുന്നൊരു സാധനം എന്താ അറിയോ, കാണാൻ വേണ്ടി കാണിക്കുന്നതും ഭാഗമായി ഇടുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ സബ്സ്ക്രിപ്ഷനിൽ വന്നിട്ട് അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ സബ്സ്ക്രിപ്ഷനിലോട്ട് എത്തിച്ച് പൈസ ഏൺ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ പേരൊന്നും എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇൻ്റർവ്യൂസിലും ഇനാഗ്രേഷനും വരുന്ന സമയത്ത് വളരെ എക്സ്പോസ്ഡ് ആയ രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ച് അത് കണ്ട് അതിൽ അട്രാക്റ്റഡായി എന്നെ വീണ്ടും 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 ഇനാഗ്രേഷന് വിളിക്കാൻ വേണ്ടി കോലം കെട്ടിക്കൊണ്ട് വരുന്ന കുറേ കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. ഈ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരെ നമ്മൾ പറയണം. കാരണം അവരെന്താണ്, അവരുടെ ബോഡീനെ സെയിൽ ചെയ്തുകൊണ്ട് ബോഡീനെ കാണിച്ചുകൊണ്ട് അവർ ക്യാഷ് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇവിടെ അതല്ല. ഇവിടെ അങ്ങനെ ഒരു ബാഡ് ഇൻറ്റൻഷൻ ഈ കുട്ടിയിലുണ്ട് എന്ന് എനിക്ക് 1% പോലും തോന്നുന്നില്ല. 1% പോലും ഒരു ബാഡ് ഇൻറ്റൻഷൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി എനിക്ക് എവിടെയാണ് എന്നുള്ളത് എനിക്കറിയില്ല. പണ്ടത്തെ മഞ്ജു ചേച്ചിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ, വീടുണ്ടാക്കിയ സമയത്തുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഇവൾ സംസാരിക്കുന്ന ഒരു സാധനം കേട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂം എനിക്ക് ഇങ്ങനെ ആക്കണം എന്നാണ്, പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല, അതുകൊണ്ടാണ് എൻ്റെ റൂമിനെ ഞാൻ ഇങ്ങനെ ഇട്ടത് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ഇവളെവിടെയോ ദൂരത്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇവിടെയുള്ള കുട്ടിയല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചായിട്ടാണ് നാട്ടിൽ കുറേ ആയിട്ട് പഠിച്ചതും വളർന്നതൊക്കെ പുറത്താണ്. ഇവൾ ഇതിലും മോഡേണായിട്ടും ഇതിലും അടിപൊളിയായും നടക്കുന്ന രാജ്യത്തു നിന്ന് വരുന്ന ഒരു കുട്ടിയാണ്. അതിൻ്റെ മോഡേണിസം ഒന്നും ഈ പെർട്ടിക്കുലർ പെൺകുട്ടി ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ വന്ന് കാണിച്ചിട്ടില്ല. ഞാൻ ആളുടെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബറാണ്. ഐ എം നോട്ട് ഫോളോയിങ് ഹെർ ഇൻ ഇൻസ്റ്റഗ്രാം, ബട്ട് ഞാൻ യൂട്യൂബ് കാണലുണ്ട്. ആളുടെ വീഡിയോസ് ഞാൻ കാണലുണ്ട്. ആളുടെ അമ്മയ്ക്ക് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുന്നത്, കറങ്ങാൻ പോകുന്നത്, ഹോസ്പിറ്റലിൽ പോകുന്നത്, ആളുടെ മേക്കപ്സുകൾ, അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ കുറിച്ചിട്ട് ആൾ പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ ഇൻസ്റ്റഗ്രാമിലോ ആളുടെ യൂട്യൂബിലോ ആളിങ്ങനെ ഓവർ എക്സ്പോസിങ് ആയിട്ട് അല്ലെങ്കിൽ ഓവർ മോഡേണിസം കാണിക്കുന്ന കോണ്ടൻറ്റുകൾ ആൾ ചെയ്തിട്ടില്ല. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാം. ഈവൻ സംശയമുള്ള ആൾക്കാർക്ക് ഞാൻ ജസ്റ്റ് സൈഡിൽ കൂടെ ഒരു റീൽസ് ഇങ്ങനെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഞാൻ ജസ്റ്റ് ആളുടെ ഇൻസ്റ്റഗ്രാം നോക്കിയതാണ്. ഞാൻ കംപ്ലീറ്റ് ഇപ്പോൾ എല്ലാ റീൽസും എടുത്ത് ഞാൻ നോക്കിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇതിൽ എത്ര ആൾ നല്ല ഡ്രസ്സ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്? ബോഡിയൊന്നും കാണിക്കാത്ത, എക്സ്പോസ് ഒന്നും അല്ലാത്ത നല്ല നല്ല വസ്ത്രങ്ങൾ ഇടുന്നില്ലേ? നല്ല 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 വസ്ത്രങ്ങൾ ഇടുന്നുണ്ട്. ഒരു പകുതി മുക്കാൽ വീഡിയോസിലും ഒരു എക്സ്പോസിങ്ങും സോഷ്യൽ മീഡിയയിൽ കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഒരാളും അതെടുത്ത് പറയാത്തത്?
മഞ്ജു പിള്ളയുടെ മോളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവൾ ഇത്രയും കാലങ്ങളായി ഒരു തരത്തിലുള്ള എക്സ്പോസിങ് വീഡിയോയും ആ കുട്ടി കാണിച്ചിട്ടില്ല. അവളാണ് സ്ത്രീത്വത്തിന് വേണ്ടി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഒരാൾ വന്ന് പറയാത്തത്? പകരം അവളൊരു 100 വീഡിയോ ഇട്ടു, 99 വീഡിയോയും ഇങ്ങനെ. ഒരു വീഡിയോയിൽ ഒരു ഇത്ര ഭാഗം കാണിച്ചപ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രമാത്രം ഡിസ്കഷൻ ആവാൻ എന്താ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന എത്ര കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, എത്ര ആൾക്കാരുണ്ട്? ഇത് മാത്രമാണ് നിങ്ങൾ എക്സ്പോസിങ് കണ്ടേ? റീൽസ് എത്ര ആൾക്കാരുണ്ട്? എനിക്ക് പേര് പറയാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ പറയുന്നില്ല എന്ന് കരുതി വിട്ടതുകൊണ്ടുമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ടാണ് അവരെ ഒന്നും എടുത്ത് സംസാരിക്കാത്തത്? ദിസ് ഈസ് ഓൾ അബൌട്ട് മഞ്ജു പിള്ളയ്ക്ക് ഇട്ടൊന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മഞ്ജു പിള്ളയുടെ മോളെ സംസാരിച്ചാൽ ഇത് സോഷ്യൽ മീഡിയയിൽ റീച്ച് ആവും എന്ന് കരുതിയിട്ടല്ലേ? കാരണം ഇവിടെ ഇനിയിപ്പം ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. ഞാൻ സൈഡിൽ കൂടെ കുറച്ച് പോസ്റ്റുകൾ കാണിച്ചു തരാം. ഈ പോസ്റ്റുകളൊക്കെ വെച്ചിട്ടാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ലൈക്ക് സൈഡിൽ കൂടെ ഞാൻ 4-5 പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് പക്ക കണ്ടാൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. ഇതൊരു ഫോട്ടോഷൂട്ടിൻ്റെ പോസ്റ്റാണ്. ആൻഡ് അതിൽ ആൾ മുകളിൽ ജാക്കറ്റ് ഇട്ട ഫോട്ടോസ് ഉണ്ട്. ജാക്കറ്റും ഇതും എല്ലാം കൂടെ വെച്ച് തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതൊന്നും ആർക്കും ഒരു വിഷയമല്ല. പക്ഷേ അതിൻ്റെ സൈഡിൽ ഒരു ഫോട്ടോ ഇങ്ങനെ വന്നപ്പോഴേക്ക് അത് വലിയൊരു വിഷയമായി മാറി. അതാണ് ഞാൻ പറയുന്നത്. നല്ലത് ചെയ്യുമ്പം അത് കാണാനോ അത് നോക്കാനോ അതിനെപ്പറ്റി പറയാനോ ഒരാളും ഇല്ല. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് എടുത്തുകൊണ്ട് അതിനെ വളച്ച് കെട്ടി രീതിയിലോട്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. വസ്ത്രധാരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഒരു ചോദ്യം കൂടെ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റും. അമിയ ഇങ്ങനത്തെ വസ്ത്രം ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമോ, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്, അത് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലവും ഞാനിപ്പോൾ ചെയ്യുന്ന ജോലിക്കും ഒതുങ്ങുന്നതായ രീതിയിലുള്ള ഒരു വസ്ത്രധാരണമുണ്ട്. ഞാൻ അതേ ഇടാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത്, ഞാൻ നിൽക്കുന്നത് വയനാടാണ്. ഇവിടെ അത്രമാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള കാറ്റഗറി ഓഫ് ആൾക്കാരൊന്നുമല്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് കൗൺസിലറായിട്ടൊരു ഡി അഡിക്ഷൻ സെൻറ്ററിലാണ്. എനിക്ക് അവിടെ പോകുമ്പോൾ ഞാൻ ഇടേണ്ട ഒരു വസ്ത്രധാരണ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെതായ രീതിയിലുള്ളൊരു വസ്ത്രധാരണ ഉണ്ട്. ഞാനത് മാത്രമേ ധരിക്കലുള്ളൂ. ആൻഡ് ഈ പെൺകുട്ടി ഈ വസ്ത്രം ഇട്ടിട്ട് ടൗണിൽ കൂടെ നടന്നിട്ടില്ല. അവളൊരു ഷൂട്ടിൻ്റെ ഭാഗമായി വസ്ത്രം ഇടുന്നു, കയറുന്നു, ഷൂട്ട് ചെയ്യുന്നു, വസ്ത്രം അയക്കുന്നു, അവൾ സാധാ കോമൺ ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്നു. ഈവൻ നൈറ്റ് ഇട്ടിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളൊരു വ്ളോഗുണ്ട്, ഓട്ടോറിക്ഷയിൽ കയറിയിട്ട്. തിയേറ്ററിൽ പോയിട്ട് ഷർട്ടും ലൂസ് ബാൻഡും ഇട്ടിട്ടുള്ള വ്ളോഗുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ഡെയിലി ബേസിസിൽ അവൾ യൂസ് ചെയ്യുന്ന ഒരു വസ്ത്രം അല്ലത്. ഒരു ഷൂട്ടിന് വേണ്ടി ഇത് ഇട്ടു, കഴിഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സിറ്റുവേഷൻ, സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഞാനും വസ്ത്രം ധരിക്കുക. അത്രേ ഞാൻ പറയുന്നു. എൻ്റെ ഇപ്പോഴത്തെ ഒരു മെൻറ്റാലിറ്റി പ്രകാരം ഞാനിപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഫോട്ടോസ്, പിന്നെ പൊതുവേ ഞാൻ ഈ ഫോട്ടോഷൂട്ട്, മോഡലിങ് അതിനൊന്നും പോകുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരല്ല. പക്ഷേ എനിക്കറിയുന്ന എൻ്റെ കസിൻസിൽ, എൻ്റെ റിലേറ്റീവ്സിൽ ഇങ്ങനെ ഷൂട്ട്സിന് പോകുന്ന ആൾക്കാരുണ്ട്. ദാറ്റ് വാസ് ദെയർ പേഴ്സണൽ ഇൻട്രസ്റ്റ്. ഒരിക്കലും അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ചോദ്യം ചെയ്യല്ല. അപ്പോൾ ഇവിടെ വരുന്ന അടുത്തൊരു ചോദ്യമാണ്, പബ്ലിക്കിൽ വന്ന് വേണ്ടാത്ത തോന്നിവാസങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ പബ്ലിക്കിന് ചോദ്യം ചെയ്തൂടെ? അതിനിപ്പോൾ എന്താണ് ചേച്ചി ഇത്ര വലിയ തെറ്റ്? എടാ, പബ്ലിക്കിന് ചോദ്യം ചെയ്യാം, പക്ഷേ ചോദ്യം ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. പബ്ലിക്കിന് ചോദ്യം ചെയ്യാമെന്ന് കരുതിയിട്ട് ഒരു മാനേഴ്സും ഇല്ലാണ്ട് ചോദ്യം ചെയ്യാൻ പറ്റുമോ? പറയുന്നതിനൊരു രീതിയില്ല. നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇപ്പം ഈ ഒരു വസ്ത്രം ഈ പെൺകുട്ടി ധരിച്ചത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതിൽ കുറേ വൾഗാരിറ്റി ഉണ്ട്. നമുക്ക് വളരെ നല്ല രീതിയിൽ പറഞ്ഞൂടെ, വളരെ നല്ല രീതിയിൽ സംസാരിച്ചൂടെ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ചൂടെ? മോളെ, ഇങ്ങനത്തെ വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പറയാം. നീ എന്താണ് ഇങ്ങനത്തെ വസ്ത്രം ഇട്ട് നടക്കുന്നേ എന്നൊരു രീതിയിലും പറയാം. നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നതിലാണ് പ്രശ്നം. ഞാൻ പൊതുവേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാളല്ല. കാരണം ഞാൻ വീഡിയോ ചെയ്യുമ്പം എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്, എൻ്റെതായ ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളതായ ഒരു രീതിയുണ്ട്, നിങ്ങളതായ സ്റ്റൈലുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്ന എൻ്റെ അഭിപ്രായമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ അഭിപ്രായമാണ്. അപ്പോൾ അതിനെ ക്രോസ് ചെയ്യാനോ ക്വസ്റ്റ്യൻ ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കലില്ല. അങ്ങനത്തെ കോൺട്രവേഴ്സികളിലോട്ട് ഞാൻ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ പോകലുമില്ല. എനിക്ക് സോഷ്യൽ മീഡിയ ഫൈറ്റിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷേ എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഷഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി റിയാക്ട് ചെയ്തത് കണ്ട സമയത്ത് സീരിയസ്ലി ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി, ഞാൻ ഭയങ്കര ഞെട്ടിപ്പോയി. ഞാൻ ആലോചിച്ചു, വൈ, എന്തിനു വേണ്ടിയിട്ടാണ് ഷഫീന എന്ന് പറയുന്ന ഒരു വ്യക്തി, കാരണം ആ വീഡിയോൻ്റെ കംപ്ലീറ്റ് റോങ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും എൻ്റെ ഭാഗത്തൊക്കെ ആൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അബൌട്ട് ഫെമിനിസം. അതൊക്കെ വളരെ ശരിയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഷഫീന പറഞ്ഞൊരു സൈഡ് ഓഫ് ആംഗിളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. കാരണം സ്ത്രീകൾ നേരിടുന്ന ഇൻജസ്റ്റിസിന് എഗെയിൻസ്റ്റ് സംസാരിക്കാനുള്ള ഒരു ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഒരു കാര്യമാണ്.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ട് സ്ത്രീകൾ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. അതിപ്പോൾ ഡൊമസ്റ്റിക് വയലൻസ് ആയിരിക്കാം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആയിരിക്കാം, റൈറ്റ് ടു ഡിഫൈൻ ദെയർ ലൈക്ക് പാർട്ട്ണറായി, ലൈക്ക് റൈറ്റ് ടു സെലക്ട് ദെയർ പാർട്ട്ണറായി, കുറേ സാധനങ്ങളിൽ സ്ത്രീകൾ കുറേ ഇൻജസ്റ്റൈസ് ഫേസ് ചെയ്തിരുന്നു. ആ ഇൻജസ്റ്റൈസിന് വേണ്ടിയിട്ട് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പാണ്. എന്നാൽ ഇന്ന് ദ ആംഗിൾ ഓഫ് ഫെമിനിസം കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു. സ്ത്രീകൾക്ക് ഏത് രീതിയിലാണോ ലൈഫ് വേണ്ടത് ആ രീതിയിലോട്ട് അതിനെ വളച്ചൊടിക്കുന്ന ഒരു ആംഗിളിലോട്ട് വന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ശരിയുണ്ട്. കുറേ ഞാൻ ഈ ദയേനെക്കുറിച്ച് പറഞ്ഞത് ശരി എന്നല്ല ഞാൻ പറയുന്നത്, അല്ലാണ്ട് ഫെമിനിസത്തെക്കുറിച്ചും ബാക്കിയുള്ള കുറേ വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞത് ശരിയാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ദയേനെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് 1% പോലും യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു സാധനം കാണിക്കുന്നത്. ആൻഡ് എനിക്ക് ആളുടെ വീഡിയോസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും എനിക്ക് ജസ്റ്റ് അതിൽ ഏറ്റവും സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി. മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. പറഞ്ഞാൽ തിരിയത്തില്ലയോ? ഇതും നമ്മൾ ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല, എവിടെയും കൂടെ വന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവർക്ക് ഞെക്കണമായിരിക്കും. ആണുങ്ങള് കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. ശ്രീലക്ഷ്മി അറക്കിൽ ഇന്നലെ മെനിങ്ങാന്നൊക്കെ വന്നിരുന്നിട്ട് പറയുന്നുണ്ട് ഞാൻ. സീരിയസ്ലി ഡു യു അഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? എനിക്കതാ ചോദിക്കാനുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾ അഗ്രി ചെയ്യുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? എടാ എനിക്ക് പറ്റില്ല, ഐ കാൺട്ട്. വിത്ത് റെസ്പെക്റ്റിംഗ് ഷെഫീന ബീവി എ ലോട്ട്. നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഈവൺ ആ വീഡിയോൻ്റെ താഴെ ഒരുപാട് നെഗറ്റീവ് കമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല, കുറേ പോസിറ്റീവ് കമൻസ് ആണുള്ളത്. അതൊക്കെ ഹാർട്ട് അടിച്ചിട്ടുണ്ട്. അതെല്ലാം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ഒരു പോർഷനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ലൈക്ക് ഐ വാസ് തിങ്കിങ്, എന്തിനാണ് ഇവരിത് പറഞ്ഞത്? അല്ലെങ്കിൽ ഒരു വൺ ടൈം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവരിത് ശ്രദ്ധിച്ചില്ലേ? ഇങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ദാറ്റ് ഇവിടെ ആ കുട്ടി അങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്തതിനെ ആൾ പറയുന്ന, അല്ലെങ്കിൽ ആളതിനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുള്ള ഒരു രീതിയാണ്. സത്യം പറഞ്ഞാൽ ഐ വാസ് ഷോക്ക്ഡ്. ബിക്കോസ് ഐ ഹാവ് ടു സേ ദാറ്റ് നമ്മൾ ഈ റിയാക്ഷൻ വീഡിയോക്കാർ ചെയ്യുന്നത് ഇസ് നോട്ട് ദ കോടതി. നമ്മളൊരു കോടതിയല്ല. നമുക്ക് അഭിപ്രായങ്ങൾ, നമുക്കൊരു വിഷയത്തെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള റൈറ്റ് ഉണ്ട്. നമുക്ക് അന്നും ഇന്നും എന്നും നമുക്ക് ഒരു ടോപ്പിക്ക് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം വിത്ത് റെസ്പെക്ട്. ഓപ്പോസിറ്റിലെ വ്യക്തിനെ ഒരുപാട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാം. പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും ഓപ്പോസിറ്റുള്ള വ്യക്തിയെ തരം താഴ്ത്താനുള്ളതാവരുത്. അല്ലെങ്കിൽ അതിനെ, കാരണം ഒരു ഫോട്ടോ ഷൂട്ട് എവിടേക്ക് എത്തി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാം ഒരു 10 റീല് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 6 എണ്ണവും ഈ തരത്തിലുള്ള ഒരുപാട് ഫോട്ടോസ്, വീഡിയോസ് കാണാൻ പറ്റും. ഇറ്റ്സ് വെരി കോമൺ നൗ. ബട്ട് വൈ ദിസ്? ഞാനിട്ട് കുറേ ബാക്കൗട്ടൊക്കെ നോക്കി മഞ്ജു പിള്ളയായിട്ട് എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടോ എന്നുള്ളത്. കാരണം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഞാൻ അപ്പോഴാണ് വെറുതെ ഈ സാധനങ്ങളൊക്കെ കയറി നോക്കിയത്. ഞാൻ രണ്ട് സ്ക്രീൻഷോട്ട് കൊടുക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ദ റൈറ്റ് ടു ഡ്രസ് ഈസ് ഫണ്ടമെൻ്റലി പ്രൊട്ടക്റ്റഡ് ആസ് എ ഫേസ് ഓഫ് പേഴ്സണൽ ലിബർട്ടി ആൻഡ് സെൽഫ് എക്സ്പ്രഷൻ അണ്ടർ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോഡ് സച്ച് ആസ് ദ കേരള ഹൈക്കോർട്ട് ഹാവ് explicitly held that your right to wear any attire is protected under Article 21, right to life and personal liberty, and Article 19(1)(a) freedom, right to നമ്മളുടെ ഔട്ട്ഫിറ്റ് നമുക്ക് ഏതിടണം എന്നുള്ളത് നമ്മളുടെ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയിൽ വരുന്നത്. അതുപോലെ തന്നെ ഷെഫീനയ്ക്ക് വേണ്ടി ദ റൈറ്റ് ടു ഒപ്പീനിയൻ ഇസ് ഫോർമലി റെക്കഗ്നൈസ്ഡ് ആസ് എ ഫണ്ടമെന്റൽ ഹ്യൂമൻ റൈറ്റ് ടു ഹോൾഡ് ബിലീഫ് ആൻഡ് എക്സ്പ്രസ് ഐഡിയ വിത്തൗട്ട് ഇന്റർഫിയറൻസ്. In India, this is guaranteed as a freedom of speech and expression under Article 19(1)(a) of Constitution, the globally under Article 19 of the Universal Declaration of Human Rights. നമുക്ക് ഒപ്പീനിയൻ പറയാനുള്ള റൈറ്റ് നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. ബട്ട് ഹൗ നമ്മൾ പറയുന്നു എന്നുള്ളതാണ്. കാരണം എത്രയൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് ഹേർട്ടായോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാനാണ് ആ സ്പേസിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഹേർട്ടാവും എന്ന് വെച്ചാൽ ഭയങ്കര ഹേർട്ടാവും. കാരണം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലുള്ള ആംഗിളിനെയാണ്.
അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ പെൺകുട്ടി ഇങ്ങനത്തെ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല ഇപ്പോൾ ബസ് പോകുന്നതും അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് പോകുന്നതും അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നതായിട്ടുള്ള വീഡിയോസാണ് ആൾ കാണിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അതും യോജിക്കാൻ പറ്റുന്നതല്ല. എന്നാലും നിങ്ങൾ പറഞ്ഞതുപോലെ അതിനിങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. കാരണം ഇങ്ങനത്തെ വസ്ത്രം ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്, ചിലപ്പം പുരുഷന്മാർ മോശമായി പെരുമാറാനോ മോശമായി ടച്ച് ചെയ്യാനോ ഉള്ള ചാൻസ് ഉണ്ട്. കാരണം പർദ്ദ ഇട്ടുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ മര്യാദയ്ക്ക് ചുരിദാർ സാരി എടുത്തുകൊണ്ട് പോകുന്ന ആൾക്കാരുടെ അടുത്ത് വരെ മോശമായി പെരുമാറുന്ന ആൾക്കാരാണുള്ളത്. കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർക്ക് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ന് സൊസൈറ്റിയിൽ നേരിടുന്നുണ്ട്. ഇവിടെ അതൊന്നുമില്ല. ഒരു ക്യാമറയുടെ മുമ്പിൽ നടത്തിയ ഒരു ഫോട്ടോഷൂട്ട്, അത് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള ഒരു പോസ്റ്റ്, അല്ലെങ്കിൽ ഒരു സ്വന്തം വീട്ടിൽ പേഴ്സണൽ സ്പേസിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ട്രാൻസ്ഫർമേഷൻ വീഡിയോ. ഹൗ ക്യാൻ ഓൾ ദിസ് ഇങ്ങനെ മാറും? ഹൗ ക്യാൻ ഓൾ ദിസ്? പിന്നെ ഈ പെൺ ശരീരത്തെ പാസ്റ്റ് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഭയങ്കര വിശദീകരിച്ച് പറയാനൊന്നും അറിയില്ല, എന്നാലും എൻ്റെ നോളജിൽ പറയുകയാണ്. ഈ പണ്ടത്തെ കാലത്തെ ഈ വീഡിയോകളും ഫോട്ടോകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് ഭയങ്കര മോഡേൺ ലുക്കിലായിരുന്നു. കാരണം ഷാൾ ഇടുന്നുണ്ടായിരുന്നില്ല. ഈ നമ്മുടെ ഫ്രണ്ട് ഭാഗം മാത്രം തുണിയും കൊണ്ട് മറച്ചിട്ട് താഴത്തെ ഭാഗത്തോട്ട് ഈ പാൻറ്റും അല്ല പാവാടയും അല്ലാത്ത തരത്തിലുള്ള ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു. നമ്മുടെ പണ്ടത്തെ ഹിന്ദു ഗോഡ്സിൻ്റെയൊക്കെ ഫോട്ടോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. വെരി ബ്യൂട്ടിഫുള്ളി ഫ്രെയിംഡ്, വെരി ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ത്രീ ശരീരത്തിനൊരു ബ്യൂട്ടി ഉണ്ട്. ആ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു സാധനം വെൽ നോൺ ആണ്. അതിപ്പോൾ പുരുഷന്മാർക്ക് ഒരിക്കലും ഈ സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള പുരുഷന്മാർക്ക് ഒരിക്കലും ഒരു സ്ത്രീനെ കാണണം എന്ന് മാത്രമൊന്നുമില്ല. ഇവൺ ഒരു ഫോട്ടോ കണ്ടാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോസ്റ്റർ കണ്ടാൽ അല്ലെങ്കിൽ ഒരു എന്ത് കണ്ടാലും അതിൽ ആകുന്ന ആൾക്കാരുണ്ട്, എന്നാൽ അതിലാവാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ കുട്ടികൾ തൊട്ടിട്ട് വലിയ ആൾക്കാരെ വരെ മോശമായി പെരുമാറുന്നു. ഒരു പിഞ്ചു കുട്ടീനെയൊക്കെ ഒരു കൂട്ടം ആൾക്കാർ അറിയാലോ. ഇതൊക്കെ എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ്. ആ സ്വഭാവത്തിന് ഇനിയിപ്പം എന്ത് വസ്ത്രധാരണം ധരിച്ചാലും മോശമായി പെരുമാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വസ്ത്രം നന്നായി പെരുമാറി അല്ലെ വസ്ത്രം പോയി മോശമായി പെരുമാറി ആ ഒരു ആംഗിൾ ഇവിടെ ഇല്ല. വിഷ്ണു, ആ ഒരു ആംഗിൾ ഇവിടെ ഇല്ല. അവിടെ അവരുടെ ഒരു ഇൻബോൺ ക്യാരക്ടർ അല്ലെ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ നല്ല നിയമം കൊടുക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പെൺകുട്ടി ഇങ്ങനെ വസ്ത്രം ധരിച്ചത് കൊണ്ട് ഈ ഒരു സാധനം ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഫോറിൻ രാജ്യങ്ങളിൽ ഇപ്പോൾ UK, അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ ഇങ്ങനത്തെ കേസസ് ഉണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറ. അവിടുത്തെ സ്ത്രീകൾ നമ്മളെപ്പോലെ സാരിയും ചുരിദാറും കോട്ടും അതും ഇതും ഒക്കെ ഇട്ട് നടക്കുന്ന ആൾക്കാരാണോ? അല്ല, 3/4 പേരും എക്സ്പോസ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ്. ആൻഡ് വൈ നോട്ട് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവുന്നില്ല? കാരണം എക്സ്പോസിങ് ആണ് ദ റീസൺ ഫോർ ഓൾ ദിസ് കൈൻഡ് ഓഫ് ക്രൈം എന്ന് പറഞ്ഞാൽ വൈ നോട്ട്? ഇറ്റ്സ് ഓൺലി ബിക്കോസ് അവിടുത്തെ ആൾക്കാർ ജനിച്ച സമയം തൊട്ടിട്ടേ ഇതൊക്കെ കണ്ടാൽ വരുന്നത്. അവർക്ക് ഇതിൽ പ്രത്യേകിച്ച് ഇത് കാണുമ്പോഴേക്കുള്ളൊരു സാധനമല്ല. അപ്പം ഈ ഒരു കാഴ്ച ഒരിക്കലും ട്രിഗർ ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. കാഴ്ച ഓൾവേസ് ട്രിഗേഴ്സ്, ഇല്ല ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ, ഡോണ്ട് തിങ്ക് ദാറ്റ്. പക്ഷെ ഇങ്ങനത്തെ സ്വഭാവമുള്ള ആൾക്കാർക്ക് ഈ കാഴ്ച വേണമെന്നില്ല. ഇല്ലെങ്കിലോ എന്നാൽ ഈ കാഴ്ചയിൽ വീണ് പോകുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവരെന്തെങ്കിലും ബോധമില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുമോ, അതിൽ അധികമായി ലഹരി ഉപയോഗിച്ച ഒരു സ്റ്റേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ് ആയിരിക്കാം. അപ്പം നമ്മൾ വീഡിയോ ചെയ്യണം, നമ്മൾ റിയാക്ട് ചെയ്യണം. പബ്ലിക് ആക്കി ഇടുന്ന സാധനങ്ങളെ പബ്ലിക്കായി തന്നെ പറയാനുള്ള റൈറ്റ് ഉണ്ട്. ബട്ട് പ്ലീസ് ഡു റെസ്പെക്ട് ദം. അവർക്ക് അവരുടേതായ ഒരു റെസ്പെക്റ്റ് കിട്ടണം, അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടണം. ഒരിക്കലും അവരെ തേച്ച് മാച്ച് അവരെ ഒന്നും അല്ലാക്കുന്ന രീതിയിലല്ല നിങ്ങൾ ഒരിക്കലും സംസാരിക്കേണ്ടത്. ആൻഡ് ഐ നെവർ റെസ്പെക്ട് ദാറ്റ്. And I never respect that. And I'm saying she's so beautiful. She's so beautiful. ആലോചിച്ച് നോക്കണം, വിവരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇവള് ഒരുങ്ങി എന്തോ ഒരു ഫോട്ടോ ഇട്ടപ്പോഴത്തേക്കും അതിൽ വന്ന കമൻറ്റ്, ഒരുങ്ങിയല്ലടാ ഫോട്ടോ ഇട്ടപ്പോൾ വന്ന കമൻറ്റ്, മഞ്ജു പിള്ളയുടെ അത്ര സൗന്ദര്യമൊന്നും നിനക്കില്ല, അത് കണ്ട് നിഗളിക്കണ്ട എന്നുള്ള രീതിയിൽ. സത്യമാണ്. അപ്പൊ അവള് പറഞ്ഞ് ഷീസ് ഗോഡസ്. അത് ശരിക്കും അങ്ങനല്ലേ? ഷീസ് ഗോഡസ്, എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ച് മറുപടി ഇട്ടു. എന്തൊരു വിവരമില്ലായ്മയാണ് ആ പറയുന്നത്. അവളെക്കാട്ടിൽ ഹേർട്ട് ചെയ്യുക എന്നെയല്ലേ? ഞാൻ സുന്ദരിയാണെന്ന് പറയുമ്പോൾ എനിക്ക് എന്താ അവൻ്റെ അടുത്ത് ആരാധന തോന്നുന്നു പറയുന്നവൻ്റെ അടുത്ത്?
കൈ കിട്ടി അവനെ തല്ലി ഞാൻ കാലൊടിക്കട്ടെ കൊച്ചിനെ പറയുന്നോടാന്ന് ചോദിച്ചു. ചിൽ ഗൈസ്. ഓക്കെ ചിൽ. നമ്മൾ ചേച്ചിക്ക് ജാനിയെ പറയുമ്പോഴാണ് ഏറ്റവും ട്രിഗർ ആവുന്നത് അല്ലേ? അത് ഞാൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു എൻ്റെ മോളെ കുറിച്ച് മോശം ഒരു സംഭവം എഴുതി. എനിക്ക് സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന നല്ല കുറേ ആൾക്കാരുണ്ട്. ഐ മീൻ നല്ല റീൽസും നല്ല ഇത് ഇടുന്ന കുറേ ആൾക്കാരെ എനിക്ക് പേഴ്സണലി അറിയാം. എനിക്ക് കോണ്ടാക്ട്സിലും ഉണ്ട് കുറേ ആൾക്കാരുണ്ട്. കാരണം ചില സമയത്തൊക്കെ എടുക്കുന്ന റീലും ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഞാൻ നേരെ അവന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ട് ആരാന്ന് പറഞ്ഞു. അവന്മാരെല്ലാം കൂടെ തപ്പി എടുത്തു. ചേച്ചി ഞങ്ങളുടെ ഗ്യാങ്ങിലില്ല. തപ്പി എടുത്തപ്പം അവൻ ആഫ്രിക്കയിലുള്ള ഒരുത്തനാ, മലയാളി. അവൻ അവിടെ ഇരുന്നൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് ഇട്ടിരിക്കുക. അവന്മാരെ തപ്പി എടുത്തു. അപ്പം അന്ന് ഞാനൊരു ഇതിൽ പറഞ്ഞു, നിങ്ങൾ എന്നെ പറഞ്ഞോ, എൻ്റെ പ്രൊഫഷൻ പറഞ്ഞോ, ഞാൻ എന്താണെന്ന് നിങ്ങൾ പറഞ്ഞോ, എനിക്ക് ഒരു പുല്ലുമില്ല. പക്ഷെ എൻ്റെ കുടുംബത്തെ കയറി കളിച്ചാൽ, എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. അല്ല ഞാൻ ഇതാവുന്നതല്ല, ഞാൻ എല്ലാത്തിനും പൂട്ടുമെന്ന് പറഞ്ഞു. ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യും, ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കംപ്ലൈൻറ്റ് എല്ലാത്തിനും ഞാൻ പൂട്ടുമെന്ന് പറഞ്ഞു. ഈ ഒരു വീഡിയോയും കൂടെ പറഞ്ഞാലേ ഈ ഒരു സാധനം കംപ്ലീറ്റ് ആവൂ എന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് സമയം നോക്കിയത് 7:15. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മഞ്ജുപിള്ള പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ കയറി ആരെന്ത് പറഞ്ഞാലും അതെനിക്ക് സഹിക്കില്ല എന്നുള്ളത്. ചിലപ്പോൾ ഇതിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ടാവും. അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫാമിലിയിൽ കയറിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുകയോ? ഇല്ലല്ലോ, അത്ര തന്നെയേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ മക്കളെ കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടിരിക്കുകയോ? ഇല്ല, അത്ര തന്നെയുള്ളൂ. അപ്പം ഇത് ഒരു റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. ഡെഫിനറ്റ്ലി ഇങ്ങനൊരു വീഡിയോ ഇനിയിപ്പോൾ മഞ്ജുപിള്ള കണ്ടോ കണ്ടില്ലേ എന്ന് എനിക്കറിയില്ല. ഐ നോ ദാറ്റ്സ് വെരി പെയിൻഫുൾ. ഒരു അമ്മേനെ സംബന്ധിച്ച് ഇറ്റ്സ് വെരി പെയിൻഫുൾ ആണ്. ഈവൻ എൻ്റെ വീഡിയോൻ്റെ താഴെ തന്നെ ചില നെഗറ്റീവ് കമൻറ്റ്സ് വരുന്ന സമയത്ത് ലൈക്ക് എൻ്റെ ഫാമിലി പറയും, അയ്യോ ഈ കമൻറ്റ് വന്നു കേട്ടോ, ആ കമൻറ്റ് വന്നു കേട്ടോ, അത് പറയണ്ട കേട്ടോ ചിക്കു, ഇത് പറയണ്ട കേട്ടോ ചിക്കു, ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ചിക്കു എന്ന്. ഞാൻ പറയാം, അമ്മ എൻ്റെ വീഡിയോ കാണും, ഞാൻ വളരെ റെസ്പെക്റ്റോടു കൂടി ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുക. അന്നും ഇന്നും ഇനി എങ്ങോട്ടും. ചില കേസസ് വരുമ്പോൾ മാത്രമാണ് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോവുക, കുട്ടികൾക്ക് എഗെയിൻസ്റ്റ് ഉള്ളതായിട്ടുള്ള അങ്ങനത്തെ ഓരോ കേസസ് വരുമ്പോൾ. അല്ലെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് ആണ് ഞാൻ എപ്പോഴും സംസാരിക്കുക. ബിക്കോസ് എനിക്ക് എൻ്റെ റെസ്പെക്റ്റ് വിട്ടുകൊണ്ട് എനിക്കൊരിക്കലും സംസാരിക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ബിക്കോസ് ഐ നോ ദാറ്റ് അത് എന്നെ വിലയിരുത്തും. ഈവൻ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ അത്രത്തോളം തെറ്റുണ്ടെങ്കിലും ആ തെറ്റ് ചിലപ്പോൾ എൻ്റെ ഈ വായയും കൊണ്ട് അതവിടെ അങ്ങ് പോയി, പകരം എന്നിലോട്ടാണ് പോവുക എന്നൊരു തിരിച്ചറിവുണ്ട്. അപ്പോൾ ഏത് അമ്മമാർക്കാണെങ്കിലും അച്ഛന്മാർക്കാണെങ്കിലും സ്വന്തം മക്കളെ മോശമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഹേർട്ട് ചെയ്യും, ഭയങ്കര പെയിൻ ചെയ്യും. ഡെഫിനറ്റ്ലി അവർ പോവുകയും ചെയ്യും. അതിനിപ്പോൾ പ്രത്യേകിച്ചിട്ട് ഒരു തെറ്റും പറയാനില്ല. ഡെഫിനറ്റ്ലി ഇഫ് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് മഞ്ജുപിള്ള ഈസ് ദ ഓൺലി പേഴ്സൺ ഹു വിൽ ടേക്ക് ആൻ എഫേർട്ട് ഫോർ ദിസ്. കാരണം സ്വന്തം മോൾക്ക് എഗെയിൻസ്റ്റ് വന്നിട്ടുള്ള ഈ അലിഗേഷൻ. ആൻഡ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ അശ്വിൻ്റെ വീഡിയോയും കൂടെ ഒന്ന് കാണിച്ചു തരാം. മനുഷ്യരുടെ പച്ചമാംസം തിന്നുന്ന ജീവിയാണ് ഇവർ. ആക്ച്വലി do you have any kind of sexual or kind of frustration in your personal life? അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള മറ്റുള്ള ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്ഡ് ആയിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള സെക്ഷൽ കമന്റ്സ് പറഞ്ഞ് അല്ലെങ്കിൽ അവരെ സ്ലട്ട് ഷേമിംഗ് ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നത്? റീസെന്റ് സോ വീഡിയോ ദേവ സുജിത്തിനെ ഒരു ഫോട്ടോഷൂട്ടിന്റെ പേരിൽ ഈ പുള്ളിക്കാരത്തി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് സ്ലട്ട് ഷേമിംഗ് ചെയ്യുന്നത്. Oh my God, are you a woman? ആക്ച്വലി സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാം, പക്ഷെ ഇത്തരത്തിലുള്ള മറ്റുള്ള ആൾക്കാരുടെ ഉന്നതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ലതായിട്ട് പബ്ലിക്കിൽ ജീവിക്കുന്ന സ്ത്രീകളെ വന്നിട്ട് പരസ്യമായിട്ട് വൃത്തികേടുകൾ പറയുന്ന, സെക്ഷുവലി ക്രിട്ടിസൈസ് ചെയ്യുന്ന, സ്ലട്ട് ഷേമിംഗ് ചെയ്യുന്ന നിങ്ങൾക്ക് ആക്ച്വലി സ്ത്രീ വർഗത്തിന് അപമാനമാണ്. നിങ്ങൾക്ക് ആക്ച്വലി ആ പേരിനെ കൂടുതൽ അതിട്ട് നടക്കാനായിട്ട് നാളില്ലേ? ഒരു സ്ത്രീനെ കാണുമ്പോഴത്തേക്കും യുവർ വീഡിയോ സെക്ഷുവലി ലൈക്ക് ആ സ്ത്രീയുടെ അച്ഛനുമായിട്ട് അവരെ സെക്ഷുവലി ക്രിട്ടിസൈസ് ചെയ്ത് അവരെ സെക്ഷുവലി കണക്ട് ചെയ്യുന്ന സംസാരം നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ പാരന്റ്സുമായിട്ട് അത്തരത്തിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടായത് കൊണ്ടാണോ? ഓഫ് കോഴ്സ് സൈക്കാട്രിക് കണ്ടീഷൻ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഇത്തരത്തിലുള്ള വൃത്തികെട്ട എന്തെങ്കിലും എക്സ്പീരിയൻസ്. കംപ്ലീറ്റ് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ഞാൻ ആളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ ഒന്ന് പറഞ്ഞുതരാം. മേ ബി എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഇനി ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറഞ്ഞുതരാം. അക്കൗണ്ടിൻ്റെ പേര് അശ്വിൻ സുഗതൻ എന്നാണ് കേട്ടോ. ASHWIN പിന്നെ ഒരു _ ഇട്ടിട്ട് സുഗതൻ SUGATHAN എന്ന് പറയുന്ന ഒരു അക്കൗണ്ടാണ്. ഇതിൽ പോയാൽ കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എനിക്കിപ്പോഴാണ് അശ്വിൻ്റെ ഒരു പൾസ് എനിക്ക് മനസ്സിലായത്. സീരിയസ്ലി അശ്വിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ പല വിഷയങ്ങളും അശ്വിൻ സംസാരിക്കുന്ന അല്ലെങ്കിൽ അശ്വിൻ എന്താ ഇങ്ങനെ പറഞ്ഞേ, എന്നാലും അശ്വിൻ എന്താ ഇങ്ങനെ പറഞ്ഞത്, എനിക്കറിയുന്ന ആളൊന്നുമല്ല അശ്വിൻ, എന്നാലും നമ്മൾ കോമൺലി ഇങ്ങനെ ഇരുന്ന് പറയുമല്ലോ, അശ്വിൻ എന്താണ് അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണോ പ്ലേറ്റ് ഇട്ടത് ആ രീതിയിൽ തന്നെ തിരിച്ച് പ്ലേറ്റ് ഇടുക. ഇവിടെ ഇപ്പോൾ ദേയുടെ വീഡിയോന് ഷെഫീന എന്ന് പറയുന്ന യൂട്യൂബർ എങ്ങനെയാണോ സംസാരിച്ചിരിക്കുന്നത് അതേ രീതിയിൽ അതേ പ്ലാറ്റ്ഫോമിൽ അതേ വേവ് ലെങ്ത്തിൽ തന്നെ തിരിച്ചെന്ത് ചെയ്യുക,
ഷെഫീനെ പറയാം. ഇഫ് ഷെഫീനെ ഹേർട്ട് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടു ഗിവ് എ റിയലൈസേഷൻ ദാറ്റ് ഇതിൻ്റെ വേറൊരു ഫോം ഓഫ് സാധനങ്ങളാണ് നിങ്ങൾ അവരെ പറഞ്ഞു എന്നുള്ളത്. അപ്പം ദാറ്റ്സ് ഇറ്റ്. അത് ആളുടെ വേ ഓഫ് സ്റ്റൈലാണ്. അപ്പോൾ എനിക്ക് ഓവറോൾ ഈ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വസ്ത്രം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണൽ സാധനങ്ങളാണ്. അത് അവർക്ക് അവരുടേതായ രീതിയിലുള്ള പേഴ്സണൽ ഇഷ്ടങ്ങളും ഉണ്ട്. ജസ്റ്റ് ഒരു വീഡിയോ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് തിങ്ക് ചെയ്യുക, ഇത് ശരിക്കും ഒരു മനഃപൂർവ്വം കാണിക്കാൻ വേണ്ടി കാണിക്കുന്നതാണോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി കാണിക്കുന്നതാണോ, ഇത് കാണിച്ച് പൈസ ഉണ്ടാക്കേണ്ട ഒരു ഗതികേട് ഉണ്ടോ എന്നീ തരത്തിലൊക്കെ നിങ്ങൾ ആലോചിക്കുക. ശരിക്കും ഈ ഒരു വിഷയത്തിൽ ഇതേ ആംഗിളിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് കോണ്ടൻറ്റ് ടീമുകൾ ഈവൻ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഉണ്ട്. അതിലൊരു വ്യക്തിനെ കുറിച്ചിട്ടൊക്കെ ഷെഫീന എന്ന് പറയുന്ന വ്യക്തി അതിൽ പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ സംസാരിച്ചാൽ ഹാറ്റ്സ് ഓഫ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതിലൊന്നും ഷെഫീന മാം നിങ്ങൾ പറയുന്ന രീതിയിലുള്ള ഒരു സാധനമൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇനി ചില ആൾക്കാർ വന്ന് ചിലപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ വരാൻ പോകുന്ന കുറച്ച് കമൻസുകൾ. ആദ്യത്തെ ഒരു കമൻറ്റ്, നിങ്ങൾ ഷെഫീനെ സപ്പോർട്ട് ചെയ്തോ. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഷെഫീന എന്ന് പറഞ്ഞ യൂട്യൂബർ ആസ് എ യൂട്യൂബർ അറിയാം എന്നല്ലാണ്ട് വി ഡോണ്ട് ഹാവ് കോൺടാക്ട്, വി ഡോണ്ട് ഫോളോ ഇൻ ഇൻസ്റ്റഗ്രാം. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ്ഡ് അല്ല, ഒന്നുമല്ല. ഞാൻ സബ്സ്ക്രൈബ്ഡ് അല്ല, ഇനിയും സബ്സ്ക്രൈബ്ഡ് ആയിരിക്കില്ല, കാരണം ചെറിയ ചാനലല്ലേ. അതുകൊണ്ട് തന്നെ എനിക്കൊന്നുമില്ല. എനിക്കൊരു വീഡിയോയിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിൽ ഇങ്ങനെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളും അല്ല. ഇത്രയും കാലമായിട്ട് നിങ്ങളെല്ലാം എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലെവലിൽ മാത്രമേ ഞാൻ സംസാരിക്കലുള്ളൂ. അതുകൊണ്ട് എൻ്റെ ലെവൽ, എൻ്റെ റെസ്പെക്റ്റ് വിട്ടുകൊണ്ട് എനിക്കൊരു കോണ്ടൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. ഇനിയെങ്കിലും വീഡിയോ ചെയ്യുന്ന ഇങ്ങനത്തെ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഓപ്പോസിറ്റിലെ വ്യക്തി ഒരു മനുഷ്യനാണ്, അവരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എപ്പോഴും പറയുക. നമുക്ക് അഭിപ്രായങ്ങൾ പറയാനും അല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് എഗെയിൻസ്റ്റ് ക്രിറ്റിക് നിൽക്കാനും ഉള്ള ഒരു ഫ്രീഡം നമുക്കുണ്ട്. ദാറ്റ് ഡസൻ മീൻ ദാറ്റ് അവരെ തരം താഴ്ത്താനുള്ള ഫ്രീഡം ഉണ്ട് എന്നല്ല. ഓക്കെ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അമി അൺഫിൽറ്റേർഡ്. ബൈ ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.